ഹായ്, ഇന്ന് ഡേ 94 ആയിരുന്നു. ഈവനിങ് ടൈമിലായിരുന്നു നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഓൺലൈൻ പേഴ്സണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. വൈകുന്നേരം ലൈവ് സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ പുഷപ്സ് തുടങ്ങിയത്. 3 സെറ്റ്സ് പുഷപ്പ് കഴിഞ്ഞു. 300 പുഷപ്പിന് ശേഷം നമ്മൾ ബാക്ക് ഫ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 10 ബാക്ക് ഫ്ലിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ബാക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കുറേ കൂടി ബെറ്റർ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ചെയ്യുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ റിസൾട്ട്. ദെൻ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പുള്ളപ്സ് കഴിഞ്ഞു. ശേഷം 4th സെറ്റ് പുഷപ്സ് ചെയ്തു. 4th സെറ്റ് പുഷപ്സും ദെൻ 3rd സെറ്റ് പുള്ളപ്സും കംപ്ലീറ്റ് ചെയ്തു. കള്ളല്ല കേട്ടാ, കഞ്ഞിവെള്ളം. അപ്പോൾ കുറേ കൂട്ടുകാരെന്നോട് ഞാൻ എന്താണ് കഴിക്കുന്ന ഡയറ്റ് പ്ലാനൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനത് വീഡിയോയിൽ ആഡ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും കാപ്സിൻ്റെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെയും വൈകിട്ടൊക്കെ വർക്കൗട്ടും പ്ലസ് ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാപ്സിൻ്റെയൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് ഞാനത് ഡയറ്റിൽ ആഡ് ചെയ്ത് എല്ലാവരെയും കാണിച്ചാൽ അത് മറ്റുള്ളവർക്കൊരു മിസ്ലീഡ് ആവും. സോ ദാറ്റ്സ് വൈ ഞാനത് ആഡ് ചെയ്യാത്തത്. ബ്രോ, എത്ര വട്ടം വീണ് എന്നതിലല്ല, വീണിട്ട് എത്ര തവണ എഴുന്നേറ്റു എന്നതിലാണ്. വീഴും, എല്ലാവരും വീഴും. എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നതിനെ വിജയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ 1000 പഞ്ചസും 500 പുഷപ്സും കഴിഞ്ഞായിരുന്നു. ദാൻ 50 ബർപ്പീസാണ്. 50 ബർപ്പീസും ഫിനിഷ് ആയി. അടുത്ത ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. അങ്ങനെ നമ്മൾ 100 പുള്ളപ്സും ഫിനിഷ് ചെയ്തു. ദെൻ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് ആണ് 25 മീറ്റർ ഫിനിഷ് ചെയ്ത്. അതിനുശേഷം ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ആണ് 25. അത് ഇന്നും 6 വരെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഉറപ്പായും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, നല്ല റെസ്റ്റ് കൊടുക്കുക, നല്ല ഫുഡ് കഴിക്കുക. സ്റ്റേ ഫിറ്റ്.